നമസ്കാരം. മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ തണലിൽ ചട്ടങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി അധികാര സ്വാധീനത്തിൽ അഹങ്കാരം കാണിച്ചു നടന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് പുതിയ UDF സർക്കാരിന്റെ കാലത്ത് നിയമത്തിന്റെ വഴിയിലൂടെ എങ്ങനെയാണ് തിരിച്ചടി കിട്ടുക എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിപ്പോൾ ആരോഗ്യവകുപ്പിൽ നടക്കുന്ന കസേരകളി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനം സ്വന്തം കുത്തകയാണെന്ന് വിചാരിച്ച ഡോക്ടർ KJ റീനയെ സ്ഥലം മാറ്റിയ സംസ്ഥാന സർക്കാരിന്റെ ധീരമായ തീരുമാനം ഇതാ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായും ശരിവെച്ചിരിക്കുകയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ പുറപ്പെടുവിച്ച ഇടക്കാല സ്റ്റേ ഉത്തരവിനെതിരെ ആരോഗ്യവകുപ്പ് നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഈ ഒരു പവർഫുൾ വിധി വന്നിരിക്കുന്നത്. തന്നെ സ്ഥലം മാറ്റിയത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റിൽ ഡ്യൂട്ടിക്ക് ഹാജരായി ആരോഗ്യവകുപ്പിൽ അസാധാരണമായ ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കാൻ നോക്കിയ ഡോക്ടർ റീനയ്ക്ക് ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണ്. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് സ്ഥലം മാറ്റമെന്നും അവരെ തരം താഴ്ത്തിയിട്ടില്ലെന്നും പകരം എറണാകുളത്തെ റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിയുടെ അപ്ഗ്രേഡ് ചെയ്ത ഡയറക്ടർ തസ്തികയിലേക്ക് മാറ്റുകയാണെന്നുമുള്ള സർക്കാരിന്റെ ശക്തമായ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇനിയൊരു മറ്റൊരു പ്രധാന കാര്യം, ഡോക്ടർ റീന ഈ ഉന്നത പദവികളിലേക്ക് എങ്ങനെയൊക്കെയാണ് വഴിവിട്ട നീക്കങ്ങൾ നടത്തി എത്തിയത് എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇനി പരിശോധിക്കേണ്ടത്. ഡോക്ടർ KJ റീന മൈക്രോബയോളജിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയത് സർക്കാർ സർവീസ് ക്വാട്ടയിലായിരുന്നു. സർക്കാർ ചെലവിൽ പൂർണ്ണ ശമ്പളത്തോടെ സർവീസ് ക്വാട്ടയിൽ പഠിക്കുന്നവർ കോഴ്സ് കഴിഞ്ഞാൽ 10 വർഷം പ്രസ്തുത സ്പെഷ്യാലിറ്റി മേഖലയിൽ നിർബന്ധിത സേവനം അനുഷ്ഠിക്കണമെന്ന ചട്ടവുമുണ്ട്. ഇതിനായി ഇവർ സർക്കാരിലേക്ക് ബോണ്ട് എഴുതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ 3 വർഷത്തെ കോഴ്സ് 4 വർഷം എടുത്ത് എങ്ങനെയൊക്കെയോ പൂർത്തിയാക്കിയ ശേഷം ഇവർ സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് മാറാൻ തയ്യാറായില്ല. കാരണം അവിടെ പോയാൽ ഏറ്റവും ജൂനിയർ പദവിയിൽ നിന്ന് തുടങ്ങേണ്ടി വരും. ഇതോടെ മുൻ ഇടതുപക്ഷ സർക്കാരിലെ ഉയർന്ന രാഷ്ട്രീയ സ്വാധീനവും ഒരു മുതിർന്ന IAS-കാരനെയും സ്വാധീനിച്ച് സർക്കാരിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ തന്നെ കടിച്ചു തൂങ്ങിയതും ഒടുവിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ പദവി വരെ ഒപ്പിച്ചെടുത്തതും. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ ബാധ്യതയുള്ള ഒരു ഉദ്യോഗസ്ഥ തന്നെയാണ് 10 വർഷത്തെ ബോണ്ട് വ്യവസ്ഥ കാറ്റിൽ പറത്തി ഈ ചട്ടലംഘനം നടത്തിയത്. മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ഇത്തരം ഉദ്യോഗസ്ഥരെ ചട്ടവിരുദ്ധമായി വലിയ അധികാര കസേരകളിൽ ഇരുത്തി അവരുടെ അഹങ്കാരത്തിന് വളം വെച്ചു കൊടുത്തു എന്നതാണ്. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനോ ജനങ്ങൾക്ക് വേണ്ടി സുതാര്യമായി ജോലി ചെയ്യാനോ തയ്യാറാകാത്ത ഇത്തരം ഉദ്യോഗസ്ഥരെ മുൻ ഭരണാധികാരികൾ നെഞ്ചേറ്റി നടന്നു. എന്നാൽ ഇപ്പോൾ ഭരണം മാറി മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഇത്തരം വഴിവിട്ട പരിപാടികൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ലാതായിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ ഡോക്ടർ റീനയുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചതുകൊണ്ട് തന്നെ അവർക്ക് DHS ആയി തുടരാൻ യാതൊരുവിധ നിയമപരമായ അവകാശവുമില്ലെന്ന് പുതിയ സർക്കാർ കോടതിയിൽ കൃത്യമായി തെളിയിച്ചു കഴിഞ്ഞു. നിയമവിരുദ്ധമായി ഉയർന്ന പദവികളിൽ ഇരുന്നവർ ഇനി പബ്ലിക് ഹെൽത്ത് കേഡറിലേക്ക് മാറി സാധാരണക്കാരെ പോലെ ജോലി ചെയ്യേണ്ടി വരും. സർക്കാരിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ തുനിഞ്ഞ ഡോക്ടർ റീനയ്ക്കെതിരെ വഴിവിട്ട പോസ്റ്റിംഗുകളെ കുറിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ വിജിലൻസ് അന്വേഷണങ്ങൾക്കും സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ചുരുക്കത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ബോണ്ട് വ്യവസ്ഥകൾ ലംഘിക്കുകയും ഭരണപരമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥയെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ നിയമത്തിന് മുന്നിൽ നിർത്തി പൂട്ടിയ പുതിയ UDF സർക്കാരിന്റെ നടപടി അതീവ പ്രശംസനീയമാണ്. ഭരണത്തിൽ സുതാര്യതയും അച്ചടക്കവും കൊണ്ടുവരാൻ പുതിയ സർക്കാർ എത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ തണലിൽ വളർന്ന ഇത്തരം ഉദ്യോഗസ്ഥരുടെ അഹങ്കാരങ്ങൾ അറുത്തുമാറ്റി കേരളത്തിലെ ആരോഗ്യ മേഖലയെ അഴിമതിരഹിതമാക്കി മുന്നോട്ട് പോവുകയാണ് ഇനി വേണ്ടത്.